നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ ദാമ്പത്യ തത്വശാസ്ത്രം ഒരു പുസ്തകം ആക്കിക്കൂടെ? നല്ലപോലെ വിറ്റഴിയല്ലോ. സമാധാനം കൊണ്ട് ദരിദ്രരായവർ എന്റെ അടുത്ത് വരുവിൻ എന്നൊരു പരസ്യം നമുക്ക് ആദ്യം കൊടുക്കാം, എന്നിട്ട് പുസ്തകം അച്ചടിക്കാം. നല്ല കാര്യം. പുസ്തകരചന തുടങ്ങിയാലേ പിന്നെ എന്നെ ശല്യപ്പെടുത്താൻ വരില്ലല്ലോ. എന്നോടുള്ള ഉപദ്രവവും തീരും. എന്താ രാവിലെ രണ്ടാളും കൂടി ഒന്ന് രണ്ടും പറഞ്ഞു വഴക്കായോ? ഒന്നും രണ്ടും പറഞ്ഞ അടിയൊന്നും ആയില്ല. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോ ഞാനങ്ങ് പിന്മാറും. മൗനം വിദ്വാനുഭൂഷണം എന്ന തത്വശാസ്ത്രത്തിൽ. മോളെ, ഇദ്ദേഹത്തിന് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. രാവിലെ മുതലും മൊത്തം തത്വശാസ്ത്രം. ദാമ്പത്യ തത്വശാസ്ത്രം എന്നോ മറ്റോ ഒരു പുസ്തകം എഴുതാൻ പോവാന്ന്. ആ മോളെ, അമ്മ രാവിലെ ഒരു കാര്യം ആലോചിച്ചോണ്ടാ എഴുന്നേറ്റ് വന്നത്. എന്താ അമ്മ? മീനാക്ഷി കാർത്തിയൊക്കെ എഴുന്നേറ്റോ? എഴുന്നേറ്റ് കാണുമല്ലോ, നേരെ ഇത്രയായില്ലേ? നീ അവരെ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ. മീനാക്ഷി, മോളെ മീനാക്ഷി. എന്താ അമ്മേ? നീ ഇങ്ങോട്ടൊന്ന് വന്നേ. കാർത്തിമോനെ വിളിച്ചോ? മുത്തശ്ശി പറഞ്ഞിട്ടാ. രാവിലെ തന്നെ ഹോളിൽ നിറഞ്ഞല്ലോ. ഇന്ന് എന്താണാവോ പ്ലാൻ? ശ്രദ്ധിക്കാം. എന്താ മുത്തശ്ശി? എന്താ മുത്തശ്ശി? കുഞ്ഞ് എഴുന്നേറ്റില്ലേ? ഇല്ല, നല്ല ഉറക്കത്തില. എന്താ മുത്തശ്ശി വിളിച്ചത്? ആ, ഒരു പ്രധാന കാര്യം പറയാൻ വിട്ടുപോയി. ദേ, കൈമളേട്ടം കൂടി കേൾക്കാനാ ഞാനിത് പറയുന്നത്. നീ പറഞ്ഞോ രാജലക്ഷ്മി. സർവൈശ്വര്യ പൂജ തുടങ്ങാൻ പോവുകയല്ലേ? പ്രധാനപ്പെട്ട ഏത് പൂജ ഇവിടെ നടത്തിയാലും നമ്മൾ ആദ്യം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി അനുഗ്രഹ പൂജ നടത്തണം. അതാ ചെമ്പകമംഗലത്തെ ആചാരം. അത് ശരിയാ. മയിലാടുംപാറ ദുർഗാദേവി ക്ഷേത്രമാ ചെമ്പകമംഗലത്തിന്റെ കുടുംബക്ഷേത്രം. അവിടെ കുടികൊള്ളുന്ന ദേവി ചെമ്പകമംഗലത്തിന്റെ പരദേവതയാ. ഞങ്ങൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞാ മതി മുത്തശ്ശി. ആ, മോനും മീനാക്ഷിയും കൂടി ഇന്ന് രാവിലെ തന്നെ ആ ക്ഷേത്രത്തിൽ പോയി അനുഗ്രഹ പൂജ നടത്തണം. അത് കഴിഞ്ഞേ ഇവിടുത്തെ പൂജ നടത്താനാവും. ഞങ്ങൾ പോവാം മുത്തശ്ശി. ആ പ്രദേശം മുഴുവൻ മലയാ, ഫോൺ റേഞ്ച് കിട്ടില്ല. നിനക്ക് ഓഫീസ് സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് വിളിച്ച് ഏർപ്പാടാക്കിയിട്ട് പോയാൽ മതി. മലമൂടിലേക്കാ യാത്ര. ഇന്നലത്തെ കണക്കങ്ങ് തീർത്താലോ? ഇന്ദ്രജിയെ വിളിച്ചങ്ങ് പറഞ്ഞാ മതി. ആ, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഇന്ദ്രജിയെ കൂട്ടുപിടിക്കണ്ട. അവരിവരെ ഒന്നും ചെയ്യില്ല. ഇത് എന്റെ കണക്കായിട്ടിരിക്കട്ടെ. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ദേ, ആ ശ്രീകരെ അറിയണ്ട മൈഥിലി. ഇല്ല മുത്തശ്ശി. രണ്ടുപേരും കൂടി ക്ഷേത്രത്തിൽ പോയി തൊഴുത് ഒന്ന് കറങ്ങിയടിച്ചിട്ടൊക്കെ വാ. ചെല്ല്. ആ, മീനാക്ഷി, മീനാക്ഷി, ഒന്ന് ഇറങ്ങി വേഗം വാ. ഇനിയും വൈകിയാൽ അമ്പലം അടക്കില്ലേ? മൈഥിലി ഒരുങ്ങുന്ന പോലെയൊന്നും നീ ഒരുങ്ങാൻ സമയം എടുക്കാറില്ലല്ലോ. ദേ, ആ യൂസ്ലെസ് മൈഥിലിയായിട്ട് എന്നെ കമ്പയർ ചെയ്യരുത് കേട്ടോ. പറഞ്ഞേക്കാം. ഇതാര്? അമ്പലപ്രാവോ? അമ്പലപ്രാവും കാനനമൈനയും ഒന്നുമല്ല. ഇതാണ് ചെമ്പകമംഗലം മീനാക്ഷി. ചെമ്പകമംഗലം മീനാക്ഷിയോ? പിടിയാനകളുടെ പേര് പോലെ ഉണ്ടല്ലോ. പനച്ചിക്കാട്ടംബിക, കളവങ്കോട് പാർവതി. കളിയാക്കാതെ എന്റെ ഡ്രസ് എങ്ങനെയുണ്ടെന്ന് പറ.
വെരി സിമ്പിൾ. ഇങ്ങനെ ഒരുങ്ങണം ഒരു തറവാട്ട് പെണ്ണ്. എനിക്ക് ഇതുപോലെയുള്ള നാടൻ സുന്ദരികളെ ഇഷ്ടം. അപ്പൊ ACP ആണെങ്കിലും ആളൊരു വായി നോക്കിയാ അല്ലേ? ഛെ, അപവാദം പറയാതെ. സൗന്ദര്യമുള്ള വസ്തുക്കളെ ആരും നോക്കില്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ആ മഞ്ഞ മന്ദാരം, അതിന് ഞാൻ എന്നും നോക്കുന്നുണ്ട്. മഞ്ഞ മന്ദാരത്തിനെ നോക്കും പോലെയാണോ പെണ്ണുങ്ങളെ നോക്കുന്നേ? എന്താ വ്യത്യാസം? ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ഒത്തിരി പെൺകുട്ടികൾ എന്നോട് പ്രണയം പറഞ്ഞിട്ടുണ്ട്. ഞാൻ മൈൻഡ് ഒന്നും ചെയ്തിട്ടില്ല. ഉവ്വ 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 ഉവ്വേ. പറഞ്ഞതേ ഒരു 10 പ്രേമെങ്കിലും നടത്തി ആ 10 പേരെയും തേക്കാത്ത പുരുഷനെ എന്തിന് കൊള്ളാം? അല്ല, ഈ മൈഥിലി എന്ന അവതാരത്തിനെ പ്രണയിച്ചതാണോ? എന്റെ പൊന്ന് മീനാക്ഷി, അച്ഛൻ കൊണ്ടുവന്ന ആലോചനയാ. എക്സ്പ്രസ് ട്രെയിനിനാണ് തലവെക്കാൻ പോകുന്നത് ഞാൻ അറിഞ്ഞു. എന്തായാലും ഒരു കാര്യം സത്യം, ഈ മാരേജ് എന്നൊക്കെ പറയുന്നത് ദൈവത്തിന്റെ ഒരു പ്ലാനിങ്. ഓരോരുത്തർക്കും അവരവരുടെ ജോഡികളെ ദൈവം കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഓൾ മാരേജസ് ആർ ഗോഡ്സ് ഡിസിഷൻ. നിനക്ക് വേണ്ടി എന്നോ ജനിപ്പിച്ചതാ എന്നെ. ദൈവത്തിന്റെ പേരും പറഞ്ഞ് എന്നെ മുട്ടാൻ നോക്കണ്ട. നമ്മളിപ്പോ അമ്പലത്തിലാ പോകുന്നത്, അത് ഓർക്കണം. ദേ, മുത്തശ്ശൻ പറഞ്ഞത് എന്താ? മുത്തശ്ശൻ എന്തു പറഞ്ഞു? അമ്പലത്തിലും പോയി തിരിച്ചു വരുമ്പോ ഒന്ന് അടിച്ചു പൊളിച്ച് വരാനാ മുത്തശ്ശൻ പറഞ്ഞത്. എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ വളരെ മനോഹരമായ നടക്കാത്ത സ്വപ്നം അത്. ആ സ്വപ്നം ഞാനിന്ന് സാധിച്ചു തന്നാലോ? ഓ, ഈ പ്രദേശത്തെ വല്ല കാട്ടിലോ പടർപ്പിലോ ഒക്കെ ഇട്ടാവട്ടം കറങ്ങാനായിരിക്കും. ഊട്ടിയാണെന്ന് സങ്കല്പിച്ചാ മതിയല്ലോ. കളിയാക്കല്ലേ. ഈ ടെൻഷൻസ് ഒക്കെ ഒന്ന് മാറിക്കോട്ടെ. നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലിലും മൂന്നാറിലും തേക്കടിയിലും ഒക്കെ പോവും. കാശ്മീരിലെയും അർമേനിയയിലെയും മഞ്ഞുമലകളില് നമ്മളിങ്ങനെ ഒഴുകി ഒഴുകി നടക്കും. ഒടുവിൽ 2 മഞ്ഞുതുള്ളികളായി നമ്മൾ പരസ്പരം ലയിക്കും. അയ്യോ, ദൈവകോപം ഉണ്ടാവും. രാവിലെ നാമം ജപിച്ച് പ്രാർത്ഥിക്കുന്നതിന് പകരം ലൗഡ് ഡയലോഗ്സ്. ദൈവത്തോട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരു സന്യാസിയെ പോലെ എന്റെ കൂടെ വാ. പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.